നമ്മളെ തലമുറ കേടുവരികയാണ്, നമ്മളെ സമൂഹം കേടുവരികയാണ് അല്ലേ? സ്വന്തം ബാപ്പാരാണ് ഉമ്മാരാണെന്ന് അറിയാത്തൊരു തലമുറ. പഠിപ്പിക്കാൻ പള്ളിയില്ലാത്തോണ്ടല്ല, മദ്രസ ഇല്ലാത്തോണ്ടല്ല, പള്ളി കൂടുതലാ, മദ്രസ കൂടുതലാ. മൂല്യമാരോ അതിനേക്കാളും വെച്ചുത്തി വീണ കാലിലോട്ട് മൂല്യരാ. ദുനിയാവില് മുഴുവനും ഇല്ലാണ്ട്. പക്ഷേ തലമുറയോ കേൾക്കാൻ പോലും ലജ്ജിക്കുന്ന വാക്കുകളാണ് ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏടയായ ഒരാൾ എന്നോട് പറഞ്ഞു, റബീഉൽ അവ്വൽ ചിന്തിക്കേണ്ടതാണ് എൻ്റെ രക്ഷിതാക്കളെ, ഉമ്മമാരെ. അള്ളാന്റെ ഹബീബിന്റെ മധുഹക്കങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാകും. കാരണം അള്ളാന്റെ ഹബീബിനെ ഹൃദയസ്പർക്കായി അവതരിപ്പിക്കാൻ പര്യാപ്തനായ അഭിനന്ദനായ ബാക്കവി ഉസ്താദാണല്ലോ ഈ നാടിന്റെ വെളിച്ചം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇടയായ എന്നോട് ഒരു കൗൺസിലിങ്ങിന് പോകുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു സന്ദർഭം കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അയാൾ എന്നോട് പറഞ്ഞു, സാദേ, ഈടെയായി ഒരു സ്കൂൾ അധ്യാപകന്റെ മകനെ കൗൺസിലിംഗ് ചെയ്യാൻ പോയത്. എന്താ കാര്യം? ബാപ്പയുമായി അടിപിടി കൂടിയിട്ട് മകന്റെ ബാപ്പയും മകനും കൂടി അടിപിടി കൂടി ബാപ്പ വീണു, തല പൊട്ടി സ്റ്റിച്ചിട്ടിരിക്കുന്നു. എന്തേ കാരണം? ആ മകനെയാണ് ഇപ്പൊ കൗൺസിലിംഗ് ചെയ്യേണ്ടത്. കാരണം അന്വേഷിച്ചപ്പോ ബാപ്പ പറഞ്ഞു, കാരണം പറയാൻ പ്രയാസമുണ്ട്, പക്ഷേ പറയാം. എന്റെ മകൻ കുറച്ച് കാലമായി എന്റെ വഴിയിലൊന്നും അല്ല. മറ്റേതൊക്കെ കുറെ കൂട്ടുകാർ, കുറെ സ്നേഹിതന്മാർ, കുറെ സെറ്റ്, രാത്രി തോന്നുമ്പോ കയറി വരും, തോന്നുമ്പോ പോകും. സ്വഭാവവും സംസ്കാരം ഒന്നും ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന അവസ്ഥ അല്ല. ഇത് കണ്ടപ്പോ ഒരു ദിവസം ഞാൻ അവന്റെ കയ്യിലെ മൊബൈൽ ഒന്ന് എടുത്ത് പരിശോധിച്ചു. ഒരു ദിവസം ഞാൻ അവന്റെ മൊബൈലൊന്ന് എടുത്ത് പരിശോധിച്ചപ്പോ ഞാൻ അതിൽ കണ്ട രംഗം ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണെന്നറിയോ? അവന്റെ ഉമ്മാന്റെ വസ്ത്രമഴിച്ചിട്ട ഫോട്ടോകൾ. സ്വന്തം ഉമ്മാന്റെ വസ്ത്രമഴിച്ചിട്ട ഫോട്ടോ മകന്റെ വാട്സ്ആപ്പ്, അവന്റെ മൊബൈലിൽ. പോരാ, അവന്റെ പെങ്ങന്മാരുടെ നഗ്ന ഫോട്ടോകൾ. ഇത് കണ്ട ബാപ്പയും മകനും അടിപിടിയായി, പ്രശ്നമായി. ഇപ്പൊ എന്താ സംഭവം? ഇവനിന്ന് MDMന്റെ അടിമയാണ്. നല്ല നിസ്കരിക്കണം, നോമ്പൊലിക്കണം, പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, നാട്, ദീന, ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന നല്ല മക്കന്നോ, നല്ല മനുഷ്യന്റെ മക്കൾ മൃഗമാകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൂക്ഷിക്കണം. നല്ല മനുഷ്യന്മാർ മാനം കെട്ട് മരിക്കേണ്ട ഗതികേട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വഷളായി മരിക്കേണ്ട ഒരവസ്ഥ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതിലെല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിൽ. നാടന്മാരും മൂലയന്മാരും കാര്യപ്പെട്ടവരും പെടാത്തവരും ഒക്കെ ഉണ്ട്. മക്കൾ മലിനമാക്കുകയാണ്, മക്കൾ ആ കുടുംബത്തെ പറയിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇവൻ ഇന്ന് MDMന്റെ അടിമയാണ്? MDM എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. MDM പഴയ കാലത്തുള്ള കള്ളൊന്നുമല്ല. പഴയ കാലത്തെ കള്ള്, കഞ്ചാവ്, ചാരായം, ബീറ്. ഞാൻ മുമ്പൊക്കെ വയല് പറയുമ്പോ പാട്ട് പാടിയിരുന്നു. കള്ളൊരു ചേരപ്പാമ്പാണെങ്കിൽ ചാരായം തനിക്കരിമൂർക്കൻ, ബ്രാണ്ടി ഭയങ്കര വമ്പാല, ബീറൊരു പഴകിയ നീർക്കോലി. അതൊക്കെ പോയി. ഇപ്പൊ കള്ള്, നീർക്കോലും വമ്പാലി, കഴിമൂർക്കനൊക്കെ പോയി. ഇപ്പൊ കടകമണിയോളം വലിപ്പുള്ളൊരു സാധനം, അത് വായിലിട്ടാൽ 24 മണിക്കൂർ അവന് എന്താണെന്ന് അവന് പോലും അറിയില്ല. ഇടയായ ഒരു പെൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നപ്പോ തളർച്ച. പെൺകുട്ടിയെ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞെന്തറിയോ? ആ പെൺകുട്ടി ആരോ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. പെൺകുട്ടി പറഞ്ഞ് ഇന്നെ ആരൊന്നും ചെയ്തിട്ടില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ഒരാളല്ല, നിരവധി യുവാക്കൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കിടന്ന് അവിടെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. പെൺകുട്ടി അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എന്താ സംഭവം? അവൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ജ്യൂസ് കുടിക്കാൻ കയറി. ഏതോ ഒരാൾ എന്തോ ഒരു കടകമണിയോളം വലിപ്പമുള്ള എന്തോ എന്നതിലിട്ടു. അതോടുകൂടെ അവൾ അവസ്ഥ മാറി. പിന്നെ ആ ശരീരത്തിൽ നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല. പേടിക്കേണ്ട കാലാണ്. അത് കുറെ വയലിൽ പറഞ്ഞു കൊടുത്താൽ ആധുനിക സമൂഹം നന്നാവും നിങ്ങൾ ആരും കരുതുന്നുണ്ടോ? വയലിന്റെ കുറവുണ്ടോ? നടക്കുന്നിടത്ത് വയലിൽ, ഇരിക്കുന്നിടത്ത് വയലിൽ. ചില പെണ്ണുങ്ങളൊക്കെ മൊബൈല് വാതുക്ക വെച്ചിട്ടാണ് ടോയ്ലറ്റ് പോയിരിക്കുന്നത്. അവിടെ ഇരുന്നും വയലേക്കാം. രാവിലത്തെ ദിക്കർ, വൈകുന്നേരത്തെ ദിക്കർ, രാത്രിക്കത്തെ ദിക്കർ ഒക്കെ മൊബൈലിലാണ്. ഇവിടെ മൊബൈൽ ഇങ്ങനെ ചെല്ലുക, മുപ്പത്തിര് ബാത്റൂമിൽ ഇരിക്കുക. അങ്ങനെ ദിക്കറോട് ദിക്കർ, സലാത്തോട് സലാത്ത്, വയലോട് വയൽ. അപ്പോഴാണ് ഈ മനുഷ്യൻ മൃഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? ഒറ്റ കാരണം, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തവു കമാ യസ്തവുൽ ഹദീദ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കും പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇരുമ്പ് തുരുമ്പ് പിടിക്കും പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കും. അങ്ങനെ തുരുമ്പ് പിടിച്ചാൽ, ഇരുമ്പ് തുരുമ്പ് പിടിക്കും പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കും. ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ നമുക്കറിയാം, വേഗം അത് എടുത്ത് എന്ത് ചെയ്യണം? നന്നായി വരുതി പെയിന്റ് അടിച്ച രക്ഷപ്പെടും. ഇല്ലെങ്കിലോ തുരുമ്പിടിച്ച് പിന്നെ ഇത് ഇരുമ്പല്ല, മണ്ണ. പിന്നെ ഇത് മണ്ണായി പോകും, പിന്നെ ഇത് ഇരുമ്പല്ല. അതാണ് ഇരുമ്പിന്റെ അവസ്ഥ. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്നാണ്. എപ്പോഴാണെന്നറിയുമോ? ഇതാ അസ്വാബത്തുൽ മാ, അതിൽ വെള്ളം തട്ടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി. തുരുമ്പ് പിടിച്ച് പിന്നെ ഇവൻ മനുഷ്യനല്ലാതെയാകും. അപ്പൊ വാപ്പാനെ കൊല്ലാനും മടി ഉണ്ടാവില്ല, ഉമ്മാനെ വ്യഭിചരിക്കാനും മടി ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇടയായി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഉമ്മ മുഖമക്കനെയും അതേ പ്രകാരം മുഖം മറക്കുന്ന ജിൽബാബും ഒക്കെ ഇട്ടിട്ട് പൊട്ടിക്കരയാ. എടാ ഉമ്മ പറയാണ്, എനിക്ക് ആകെ ഒറ്റ മകനേ ഉള്ളൂ, ഒറ്റ മകൻ. ആ മകൻ എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കിടക്കാറില്ല. സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ടോ? മുഖം മറച്ചിരിക്കുന്ന ഒരു ഉമ്മ പറയാ, എനിക്കാകെ ഒറ്റ മകനേ ഉള്ളൂ. രക്ഷിതാക്കളെ, ദർസാകുന്ന പൂവെളിച്ചം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ ഓരോരോ ഉമ്മാരും ഉപ്പാരും ആലോചിക്കണം, ആ കൂട്ടത്തിൽ എന്റെ കുട്ടി ഉണ്ടാവണം, ആ കൂട്ടത്തിൽ എന്റെ കുട്ടി ഉണ്ടാകണം എന്ന് മാതാപിതാക്കൾ ചിന്തിക്കണം. അല്ലാതെ വിദേശികളായ മക്കൾ നമ്മളെ നാട്ടിൽ വന്ന് പഠിക്കും, അവരെ ഇൽമ പഠിക്കും, അവർ പണ്ഡിതന്മാരാകും, അവർ മരിക്കോളം ചെയ്യുന്ന അമലിന്റെ കൂലി അവർക്ക് ഭക്ഷണം കൊടുത്തവരെ, അവർക്ക് സ്നേഹിച്ചവർക്കൊക്കെ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഇതിന്റെ പേണി എന്നൊന്ന് മനസ്സ് പൊട്ടണമെങ്കിൽ അവനാൻക്കൊരു കുട്ടിയോ പേരക്കുട്ടിയോ വേണം. അവനാന് ഒരു കുട്ടിയോ പേരക്കുട്ടിയോ വേണം. നാളെ എന്നോട് കമ്മിറ്റിക്കാരൻ വന്നിട്ട് പറയാണ്, ഞങ്ങളെ മഹല്ലിലേക്ക് ഒരു മുദരിസ് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, മുദരിസിനെ തരാ, അന്വേഷിച്ച് നോക്കുക. ഉസ്താദെ, ഒരു 15 കുറയരുത് കുട്ടികൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് 4 കുട്ടികൾ. എത്ര മൂല്യരുണ്ട്? ഒറ്റൊന്നുമില്ല. പ്രസിഡന്റിനോ മറ്റാക്കോ എത്ര കുട്ടികളുണ്ട്? പേരക്കുട്ടികളോ തരണുണ്ട്. എത്ര ദർശപ്പുണ്ട്? ഒറ്റൊന്നും പോണില്ല. പിന്നെ ഇത് ദർശക്ക് എന്താ വൈദപ്പൊടി കൊണ്ട് വിരിച്ചുണ്ടാക്കല? അവനാന്റീനാണ് കുടുംബണ്ടാണ് സാധനത്തിന്റെ പേരല്ല മൂലേരുട്ടി. അല്ല, അതെന്താ വെട്ടിയോ ഇറങ്ങണം, അവർ ആകാശത്ത് ഇങ്ങനെ ഇറങ്ങിയ സാധനം എന്നാ കരുതിയത്? ഇതാണ് ഇന്നത്തെ ദുരന്തം. പറയാൻ വലിയ ജോറ, പക്ഷേ പറയുന്നവൻ അതിൽ കുറിച്ച് ചിന്തയില്ലാത്ത കാലം. അതാണ് ഇന്നത്തെ ദുരന്തം എന്ന് പറയുന്നത്. അവനാന്റെ മക്കളും പേരക്കുട്ടികളും ഒന്നെങ്കിലും പഠിച്ചോനെ എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയില്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഒരു ഉമ്മ കരയ. എന്താ ഉമ്മ പറയണറിയോ? ഞാൻ എന്റെ മകൻ വീട്ടിലുണ്ടാകും, അവിടെ കിടക്കാറില്ല. എന്തേ ഉമ്മ, നിങ്ങളെ മകൻ നിങ്ങളെ ആക്രമിക്കാറുണ്ടോ? നിങ്ങളെ മകൻ നിങ്ങളെ അടിക്കാറുണ്ടോ? സോഷ്യൽ മീഡിയയിൽ മുമ്പിലിരുന്ന ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ അടിക്കാറില്ല, എന്നെ ആക്രമിക്കാറില്ല. പക്ഷേ ഞാൻ ഉറങ്ങിയാൽ മെല്ലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ മകൻ ചെയ്യുന്നത് ഒരു ഉമ്മാനോട് മകൻ ചെയ്യുന്ന പ്രവർത്തനമല്ല. എന്നവൻ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുകയാ എന്ന് പറഞ്ഞ് ഒറ്റ മോനുള്ള ഒരു ഉമ്മ നിലവിളിക്കുമ്പോ, എന്റെ പൊന്നുമ്മമാരെ, രക്ഷിതാക്കളെ, ഇന്നിന്റെ ലോകം അപകടത്തിലേക്ക് നീങ്ങുമ്പോ ആ വാർത്തയിൽ നമ്മളെ വീട് പെടരുതേ, നമ്മളെ മക്കളുണ്ടാകരുതേ, നമ്മളെ പേരമക്കളുണ്ടാകരുതേ. അതിനുള്ള ഏക വഴി എന്താണെന്നറിയുമോ? അവരെ മനസ്സ് തുരുമ്പ് വരാതെ സൂക്ഷിക്കണേ. തുരുമ്പ് വന്നാൽ അത് കഴുകണേ. കഴുകാനുള്ള മരുന്ന് എന്താണെന്നറിയുമോ? സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മനസ്സെങ്ങാനും ഇരുമ്പ് തുരുമ്പ് പിടിക്കും പോലെ തുരുമ്പ് പിടിച്ചാൽ അത് കഴുകാനുള്ള മരുന്ന് എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഒന്ന് മരിക്കണം എന്നുള്ള ബോധം ഉണ്ടാക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതിന് നന്നായി ദീനുള്ളവരാക്കുക, ദീന് കേൾക്കാൻ അവസരം കൊടുക്കുക. രണ്ടാമത്തെ ഒന്ന്
ഖുർആൻ അടക്കമുള്ള നല്ലത് നാവുകൊണ്ട് ചൊല്ലി പറയാ. ഖുർആൻ ഓതാ നമ്മളെ കുട്ടിയാക്ക് മനസ്സ് കഴിയണം. നമ്മളെ വീട്ടിൽ മൗലൂദ് ഓതുമ്പോ സ്വലാത്ത് നമ്മളെ കുട്ടികൾ ചൊല്ലണം, പൈതങ്ങൾ ചൊല്ലണം, യുവാക്കൾ ചൊല്ലണം. അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. നാവ് കൊണ്ട് നല്ലതിങ്ങനെ ചൊല്ലി പറയുന്നവന്റെ മനസ്സിലേക്ക് മാലിന്യങ്ങൾ വരില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. പക്ഷേ ഇന്നത്തെ ദുരന്തം എന്നറിയോ? ബാപ്പാക്കും ഉമ്മാക്കും മൗലിദിനോട് താല്പര്യമുണ്ട്, റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ ഇത് മക്കളിൽ ഉണ്ടാക്കാൻ ആർക്കും താല്പര്യമില്ല. നമ്മളെ മൗലിദ് ഇങ്ങനെ ഓതുമ്പോ എന്റെ കുട്ടിയും പേരക്കുട്ടി ഇതിലുണ്ടോ എന്ന് ചിന്തിക്കാൻ ആർക്കാണ് മനസ്സുള്ള? അവിടെയാണ് നമ്മുടെ അപകടം. കുഞ്ഞു നാളിലെ നല്ലത് ചൊല്ലാനും പറയാനും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയാലല്ലാതെ ഇനിയുള്ള കാലം മനസ്സ് നന്നാവില്ല. അപ്പൊ പറഞ്ഞില്ലേ, ഖുർആൻ ഓതിയിട്ട് വികൃതമാക്കി അവതരിപ്പിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പഠിപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂല് അന്യ സ്ത്രീകളുമായി വ്യഭിചരിച്ചിരുന്നു എന്ന് പോലും നഊദു ബില്ലാഹ് പ്രസംഗിക്കുക. അത് കേട്ട് വളർന്നു വരുന്ന തലമുറ അറിയാതെ അതിൽ പെട്ടുപോകുക. എന്തേ കാരണം? എന്റെ ഇപ്പുറം ആ കുട്ടി കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ആസ്വദിച്ചിട്ടില്ല. എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുന്നവര് മനസ്സുണ്ടായാലല്ലേ അവന്റെ മനസ്സിൽ ഇത്ര എന്ത് വേണ്ടാത്തരം കേട്ടാലും ഇത് മാലിന്യമാണ്, പറയുന്നവൻ ശൈത്വാനാ എന്ന് പറയുന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാകണ്ടേ. ഉമ്മമാരെ, രക്ഷിതാക്കള്, നിങ്ങൾ അറിയണം കേട്ടോ, ഉഹുദിന്റെ രണാങ്കണം, ഉഹുദിന്റെ രണാങ്കണം കൊടുമ്പിരി കൊള്ളുകയാണ്. ആരുമില്ല, പെട്ടെന്നൊരു ശബ്ദം പുറത്ത് വരികയാണ്. ഇന്നീ ഖതൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്ന ഒരു ശബ്ദം. ഇത് കേട്ടപാടെ മുഅ്മിനീങ്ങളൊക്കെ പരിഭ്രാന്തരാവുകയാണ്. റസൂലുള്ളാഹിക്കും സഹായികൾക്കോ എന്തെങ്കിലും വേണ്ട കാര്യം ചെയ്തു കൊടുക്കാൻ കൂടെ പോയ വനിതകളുണ്ട്. അവരെ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണ് ചാടുകയാണ്. റസൂലുള്ളാഹി വഫാത്തായോ? എന്റെ റസൂലുള്ളാഹിനെ ആരാണടാ ആക്രമിച്ചത്? ഒരു പെണ്ണങ്ങ് ഓടുകയാണ് ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക്. ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോ അള്ളാഹിന്റെ റസൂൽ ഉഹുദിൽ ഒറ്റക്ക് ജീവനോടെ നിൽപ്പുണ്ട്, കൂടാരുമില്ല. ഒറ്റക്കാണ് അള്ളാഹിന്റെ റസൂല് നിൽക്കുന്നത്. ആ സമയത്ത് ഈ പെണ്ണുണ്ടല്ലോ, ഉമ്മ മഹദിയായ ഈ പെണ്ണ്, ആ മഹദി അവറുകള് അതാ നേരെ ഓടുകയാണ് ഇലാ ഹദറത്ത് റസൂലില്ലാ. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ, അള്ളാഹിന്റെ റസൂല് പറയുന്നുണ്ട്, പിന്നെ എന്താ നടക്കുന്നെന്നറിയോ? എന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകളൊക്കെ ആ മഹദിയായ സഹോദരി തടുക്കുകയാ. വലത് ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോഴും മഹദിയുണ്ട്, ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും മഹദിയുണ്ട്. 4 ഭാഗവും ഓടി എന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പിനെ സ്വന്തം ശരീരം കൊണ്ട് തടുക്കുന്നത് ഉമ്മു അമ്മാറ. പെട്ടെന്നതാ അവിടുന്ന് ഒരു മുശ്രിക്കായ മനുഷ്യൻ ഒരു ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടുവന്നിട്ട്, ചാട്ടുളി കൊണ്ടുവന്നിട്ട് മഹദി അവർകളങ്ങ് കുത്തുകയാണ്. ആ കുത്ത് പെരടിയിലൂടെ അങ്ങ് കയറുകയാണ്, പെരടിയിലൂടെ കയറുകയാണ്. നിൽക്കാൻ കഴിയാതെ മഹദി അവർകൾ അവിടെ ഇരിക്കുകയാണ്. അതിശക്തമായി പെരടിയിലൂടെ കയറിയ ഇരുമ്പിന്റെ ദണ്ടുമായി ഇരിക്കുകയാണ് ആ പെണ്ണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട്. ആരെയെന്നറിയുമോ? ഉമ്മമാരെ, രക്ഷിതാക്കള്, ഈ ഉമ്മാന്റെ മകനതാ പുറത്ത്. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, മോനെ. ഉമ്മയതാ അവിടെ ഇരിക്കുന്നു, സംരക്ഷിക്കും മോനെ. ഉമ്മാനെ സംരക്ഷിക്കാൻ മകനോട് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ മകനതാ കുന്തം കൊണ്ട് കുത്തേറ്റിരിക്കുന്ന ഉമ്മാന്റെ അരികിലേക്ക് ഓടുകയാ. ഓടി ചെല്ലുന്നത് ഇരിക്കുന്ന ഉമ്മ കാണുകയാണ്. ഉമ്മ മകനെ നോക്കിയിട്ട് പറയുന്നു, എടാ മോനെ, അല്ലാഹുവിന്റെ ഹബീബ് ഒറ്റക്കാണ് അവിടെ, ഒന്ന് ഓടി ചെല്ലടാ, നീ ഉമ്മാനെ നോക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിന് വല്ല അപകടവും വരാതെ നോക്കണേ മോനെ.
എന്റെ പൊന്നുമോന് അല്ലാഹുവിന്റെ ഹബീബിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറയിച്ച ഉമ്മമാർ ഉപ്പമാർ, എന്റെ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹെങ്കിലും പാടാൻ, റസൂലുള്ളാഹിന്റെ മദ്ഹെങ്കിലും ചൊല്ലാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് അനുധാവനം ചെയ്യാൻ നമ്മളെ തലമുറയോടെ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അവിടെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അത് പറയാൻ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെയായി എന്നതാണ്. ആവശ്യമായ ഉപദേശം കൊടുക്കാൻ ആളില്ലാതെയായി എന്നതാണ്. പറയുന്ന ബാപ്പ എന്ന് പറയുന്നവർക്ക് പോലും ഇടയായി. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പോറ്റ് മോനോട് പറയാ, അനസ് റളിയല്ലാഹു അൻഹു, യാ ബുനയ്യ, ഓ കുഞ്ഞി മോനെ, ഇദാ ദഖൽത അലാ അഹ്ലി ബൈതിക, കുഞ്ഞിമോൻ പെരീക്ക് കയറി വരുമ്പോ ഫസല്ലിം, പെരക്കാരോടൊക്കെ സലാം പറഞ്ഞു വരണട്ടോ. ഷഫീഉനാ റസൂലുള്ളാഹി. അതാണ് ഒരു പിതാവ്, അതാണ് ഒരു ഉമ്മ. കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുക. ചെറിയ LKG UKG LP UP ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, മോന് പെരീക്ക് വരുമ്പോ അസ്സലാമു അലൈക്കും ചൊല്ലിയിട്ട് വരണം. എന്നാൽ മോനെ, നീ കേറി വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് നമ്മൾ LKG UKG പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഓരോരുത്തരും അവനവനോട് ചോദിച്ചോളൂ, ഞാൻ എന്നോട് ചോദിച്ചോളാം. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവറല്ലാഹു മർകദഹു, മഹാനവറുകൾ പറയലോ മക്കളോട്, മക്കളെ സുബൈക്ക് ജമാഅത്തിന് പള്ളിയിലെത്തണം. ജമാഅത്തിന് മക്കള് പള്ളിയിൽ വന്നാൽ നിങ്ങൾക്ക് ഇപ്പാന്റെ വക സമ്മാനം ഉണ്ടാവും. കുട്ടികൾ പെരിയിൽ വന്ന് ഉമ്മയോട് പറയണം, നിങ്ങള് പിന്നെ ഞങ്ങളെ സുബൈക്ക് വിളിക്കണട്ടാ. എന്തിനാ? ജമാഅത്തിന് പള്ളി പോകാൻ. അതെന്തേ? ജമാഅത്തിന് പള്ളി പോയ അപ്പ സമ്മാനം തരും. അതാണ് തന്റെ ഇടമുള്ള പിതാവ്. നമ്മളോ അങ്ങനെ പറയണം, യാ ബുനയ്യ, കുഞ്ഞിമോനെ. നല്ലതാ, പഴയ കാലത്തുള്ള പറച്ചിലൊന്നും നിൽക്കാൻ തടക്കൂല. കുട്ടി പുറത്തിറങ്ങിട്ട് പറയും, വാപ്പ എന്താ വാപ്പക്കാലത്തെ വാക്ക്, എന്താ വാപ്പക്കാലത്തെ വാക്ക്. അവിടെയാണ് അള്ളാന്റെ ആദരപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ ബുനയ്യ, ഓ കുഞ്ഞിമോനെ, നല്ല സ്നേഹത്തോടെ വാത്സല്യത്തോടെ നല്ലത് പറഞ്ഞു കൊടുക്കുകയാണ് തലമുറ. ഇതാ നീ പെരീക്ക് വരികയാണെങ്കിൽ സലാം പറയണം. അത് നമ്മൾ പറയണമെങ്കിൽ അത് നമ്മൾ സലാം പറഞ്ഞ് ശീലിക്കണം എന്ന് മാത്രം. ആണുങ്ങളാകണം നമ്മൾ അവനാന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ എത്ര പേര് അവനാന്റെ പെണ്ണുങ്ങളോട് സലാം പറയാറുണ്ട്? നമ്മളൊക്കെ വല്ല നിസ്കാരക്കാരാ, വല്ല നോമ്പുകാരാ. പക്ഷെ അള്ളാന്റെ ഹബീബ് സലാം പറയാൻ പറഞ്ഞു. അവനവന്റെ വീട്ടിലേക്ക് കയറുമ്പോ അവനാന്റെ സ്വന്തം ഭാര്യനോട് സലാം പറയുന്ന എത്ര ആണുങ്ങളുണ്ട്? അവിടെ വിധി എഴുതണം നമ്മള്, ഞാൻ റസൂലുള്ളാഹിന്റെ മുഹിബാണോ? ആണെങ്കിൽ പെരീക്കാണ് കയറി ചെല്ലുമ്പോ അവനാന്റെ പെണ്ണുങ്ങളോട് സലാം പറയണം. പെണ്ണുങ്ങൾ വയറിൽ കഴിച്ചിട്ട് പെരീക്കാണ് കയറുമ്പോ അവനാന്റെ കുട്ടികളോടും പെരക്കാരോടും സലാം പറഞ്ഞ് കയറണം. ആണുങ്ങളെ സലാം ചെല്ലാത്തവരാണെങ്കിൽ ഇന്ന് അവിടെ പെണ്ണുങ്ങൾ സലാം ചെല്ലാറില്ലെങ്കിൽ ഇന്ന് സലാം ചെല്ലണ്ട കേട്ടോ, നാളെ ചെല്ലിയാൽ മതി. കാരണം ഇന്നിപ്പോ ഇത്രയും കാലം സലാം ചെല്ലാതെ പുതിയാപ്പിള ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല ഭർത്താവ്. അത് പെരി കിടന്നുറങ്ങണേക്കാരം. ഇവളാ പറഞ്ഞിട്ട് നേരെ കയറി ചെന്നാണ് പുതിയാപ്പിളിനോട് അസ്സലാമു അലൈക്കും സാധു പെരി ഇറങ്ങി പുറത്ത് കൊടുക്കും. ഇത് പള്ളിക്കാട് എന്തെങ്കിലും കണ്ടു കാണാച്ചിട്ട്. കാരണം ജീവിതത്തിൽ അതൊന്നും നമുക്ക് ശീലമില്ല. നമ്മളൊക്കെ ഇസ്ലാമിന്റെ അനുയായികളാകുകയാണ്. ഞാൻ ഒരു പെരിയിൽ ചോറ് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ ആ പേരിലെ കുട്ടീനോട് ഉമ്മ പറയാണ്, ഉസ്താദ് അതാ പോണു, ഉസ്താദിനൊരു പ്ലെയിൻ കിസ് കൊടുക്കും. ഞാനിങ്ങ് ചിന്തിച്ച റബ്ബേ, ചായയും കിട്ടി കടിയും കിട്ടി, ഇനിയിപ്പോ എന്തിരിക്കും തരാൻ പോണേ. അപ്പൊ ചെറിയ ഒരു പൈതൽ പുറത്ത് വന്നാണ്ട് തരാൻ കണ്ടൊരു സാധനേ. ഈ കുട്ടിനെ ചെറുപ്പത്തിൽ ഉമ്മ പ്ലെയിൻ കിസ് കൊടുത്ത് പരിശീലിപ്പിച്ചാൽ നാളെ റോട്ടും ഇറങ്ങിയിട്ട് ചെക്കന്മാർക്ക് മുഴുവൻ കൊടുക്കൂലേ ഈ പെമ്പറന്നോളൂ ഈ പ്ലെയിൻ കിസ്. അതിന് പെൺകുട്ടിയെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ബാപ്പാനല്ലേ പറയേണ്ടത്, ഉമ്മാനല്ലേ പറയേണ്ടത്? നേരെ മറിച്ച് ഉമ്മയും ബാപ്പ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടിയോട് പറയണം, ഉസ്താദ് അതാ പോണു, ഉസ്താദിന് അസ്സലാം അലൈക്കും പറഞ്ഞാളാ. സ്കൂള് വിട്ട് വരുമ്പോ കുട്ടിയോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചെറിയ സലാം പറയലാണ്. ഉമ്മാന്റെ കുട്ടി സലാം പറയാൻ മറന്നോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കേറിട്ടാ. അപ്പൊ കുട്ടി അസ്സലാമു അലൈക്കും, അപ്പൊ ഉമ്മ വഅലൈക്കും സലാം. ആ കുട്ടി നാളെ സലാം ചെല്ലൂലേ? സ്കൂളിലേക്ക് പോകുമ്പോ ഒപ്പ പറയണം, വല്യമ്മാരുടെ പണ്ടിപ്പാലോട്ട് നഴ്സറി പോയല്ലേ, സലാം പറയാൻ മറന്നോ? എന്നാ പോട്ടെ വല്യപ്പ അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം. കൈ പിടിച്ചൊരു ആ കുട്ടിയുടെ ജീവിതം നന്നാവും. പക്ഷെ ഇന്ന് നമ്മൾ ഇങ്ങനെ നഴ്സറി വന്നിട്ട് ഗുഡ് മോർണിംഗ്,
ആർക്ക്? വല്ലിപ്പാക്ക്. ഏത് വല്ലിപ്പ? നാട്ടിൽ ഇസ്ലാമിന്റെ നട്ടെല്ലും നെടുന്തൂണും കക്കും കയറലും ആയ വല്ലിപ്പാക്ക് റായത്തായി. കുട്ടി ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പറഞ്ഞു. ഈ കുട്ടിയെ കൊണ്ട് വാപ്പാക്ക് എന്താ കാര്യം? ഇവനൊക്കെ മാസ്റ്റായിട്ട് വലിയ സംഖ്യ പെരീക്ക് കൊണ്ടുവരാനാവുമ്പോഴേക്ക് ബാപ്പാക്ക് പ്രഷറും പ്രമേയവും വന്ന് ഉണക്കച്ചപ്പ തിന്നാൻ തുടങ്ങും. ഈ ബാപ്പാക്ക് ഉണക്കച്ചപ്പ തിന്നാൻ എന്തിനാ ഈ ₹1,00,000 ശമ്പളം? നേരെ മറിച്ച് മരിച്ചു പോകുമ്പോൾ അവനാന്റെ കൂടെ ഉണ്ടാകണം നമ്മുടെ കുട്ടികളുടെ ജീവിതം. അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ എൻ്റെ ഉമ്മമാരെ റസൂലുള്ളാഹിന്റെ മദ്ഹ് നമ്മളെ വീട്ടിൽ പാടണം, നമ്മളെ കുടുംബത്തിൽ പാടണം. അതിൽ നമ്മളെ കുഞ്ഞു മക്കളെ നിങ്ങൾ ചേർക്കണം, അതിലേക്ക് നിങ്ങൾ മക്കളെ കൊണ്ടുവരണം. ആൺമക്കളും പെൺമക്കളും അപകടകരമായ വഴിയിലേക്ക് പോകുമ്പോ മൻ അഹബ്ബ സുന്നത മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. എൻ്റെ ഉമ്മത്ത് നശിക്കുമ്പോ, എൻ്റെ ഉമ്മത്ത് അവതാളത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലാകുന്ന എൻ്റെ സുന്നത്ത് ആരാണോ മുറുകെ പിടിക്കുന്നത്, ആരാണോ അനുധാപനം ചെയ്യുന്നത്, ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവർക്ക് 100 ശുഹദാക്കളെ കൂലിയുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മളെ ജീവിതത്തിൽ അനുധാപനം ചെയ്യാൻ, നമ്മളെ തലമുറക്ക് മുത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് ചെറിയ നാളിലെ പഠിപ്പിക്കാൻ, അവരുടെ ജീവിതത്തിൽ അപാകതകൾ വരുമ്പോ അത് മുളയിലെ നുള്ളിക്കളയാൻ നാം പഠിക്കണേ, നമ്മളെ തലമുറയെ പഠിപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറുപ്പത്തിൽ പഠിപ്പിക്കാതെ വലുതാകുമ്പോ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ അള്ളാഹിന്റെ ഹബീബിനോടുള്ള ഹുബ്ബും സ്നേഹവും സ്വലാത്തും ദിക്റും മൗലിദും നന്മകളും ചെറുപ്പത്തിൽ നിറച്ചു കൊടുത്താലേ ഭാവിയിൽ അതിന്റെ ആ ഒരു പ്രസരണം ഉണ്ടാകൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഓർക്കൂ, ഞാൻ മുമ്പിരിക്കെ ഒരു ബാർബർ ഷാപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പണ്ട് ആ ബാർബർ ഷാപ്പിന്റെ മുമ്പിൽ ഒരു വയസ്സായ അമ്മ ഇങ്ങനെ നിൽക്കണം. സന്തോഷായി ഉമ്മാനെ കണ്ടപ്പോ. കാരണം ആ ഉമ്മ എന്നെ കണ്ടപ്പോ ഒരു സൈഡിൽ കണ്ട് മാറിയിരുന്നു. അപ്പൊ എനിക്കൊരു മനസ്സമാധാനം. എന്താണ് ഇത്? പുതിയന്മാരല്ല. പഴയന്മാരെങ്ങനെയാണ്? ഉസ്താദന്മാരും വലിയമാരും അങ്ങന്മാരും എല്ലാവരും കാണുമ്പോ തട്ടൊക്കെ റെഡിയാക്കി ഒരു സൈഡൊക്കെ എന്നാണ്ട് മാറി. ഇപ്പത്തെ പെണ്ണുങ്ങൾ അള്ളാഹു ആയാലും ഇപ്പത്തെ പെണ്ണുങ്ങൾ നമ്മളിങ്ങനെ റോട്ടുമ്പോൾ കൂടി പോകണമെങ്കിൽ നമ്മളെ എരിച്ചാലിക്ക് മാറി കൊടുക്കണം. ഈ ഭദ്രകാലിയാണ് പോയിക്കോട്ടെ. അല്ല ഞാൻ ചിലപ്പോൾ ഒറ്റ തട്ടിന് നമ്മൾ നേരാണ് പോകുക എരിച്ചാലിക്ക്. അതാണ് ആധുനിക ലോകം. പഴയ കാലത്തല്ല അതപ്പോട് കൂടെ നിൽക്കുന്ന ഉമ്മാനെ കണ്ട സന്തോഷമായി. ഞാൻ ചോദിച്ചു എന്ത് എവിടെ കിണ്? എന്നോട് പേരക്കുട്ടിന്റെ മുടി അട്ടിക്കാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മുടി വെട്ടിയിട്ട് പേരക്കുട്ടിയുടെ വല്യമാരെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഞാനത് കണ്ടു. അത് പേരക്കുട്ടി ഒന്നുമല്ല, അത് ആഫ്രിക്കൻ കുരങ്ങിന്റെ കുട്ടി. എന്താ സംഭവം എന്നറിയോ? 2 സൈഡിലും മുടി പറ്റാണ്ട് വടിച്ചിട്ട് മുൻഭാഗത്ത് ഇങ്ങനെ ഒരു സാധനം വെച്ച് ഒരു ജന്തുവിനെ വല്യമ്മാന്റെ കയ്യിലാണ്ട് കൊടുത്തു. 5 നേരം നിസ്കരിക്കണ വല്യമ്മ ഈ സാധനത്തിനും കയ്യും പിടിച്ചുകൊണ്ടാ പെരീക്കോണം. ആലോചിക്കണം, എവിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്? നിസ്കരിക്കുന്ന നോമ്പൊൽക്കുന്ന നമ്മളിലാണ് അപകടം. വളർന്നു വരുന്ന തലമുറയിലല്ല. നമ്മൾ നാവ് കൊണ്ട് പറയാൻ പഠിച്ചു, പക്ഷേ മക്കൾക്ക് കൊടുക്കാൻ പഠിച്ചില്ല. അവിടെയാണ് അപകടം. നിങ്ങൾ ആലോചിക്കണം. ആ സമയത്ത് ഉമ്മയെങ്ങാനും ആ കുഞ്ഞിന്റെ കൈ പിടിച്ചു കൊണ്ടൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ മോനെ, നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ആരാരും രക്ഷക്കില്ലാത്ത മഹ്ശറയില് ഒരു ചാൺമുകളിലായി സൂര്യൻ ഉദിക്കുമ്പോ ചൂടിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യന്റെ പതപ്പ് കരിയുമ്പോ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ നാളെ മഹ്ശറയിൽ വരുന്ന നേതാവ് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മോനെ. ആ ഹബീബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടടാ, ഒരു ഭാഗത്ത് മുടി വടിച്ചിട്ട് മറ്റൊരു ഭാഗത്ത് മുടി വെച്ചാൽ അവൻ അല്ലാഹു ശപിക്കുന്നതാ, അല്ലാഹുവിന്റെ മലക്കുകൾ ശപിക്കുന്നതാ. പൊന്നു മോനെ, അല്ലാഹു ശപിക്കുന്ന കോലമാണിത്. അല്ലാഹുവിന്റെ റസൂല് ശപിച്ച കോലമാണിത്. അല്ലാഹുവിന്റെ മലക്കുകൾ ശപിക്കുന്ന കോലമാണിത്. ഈ കോലത്തിൽ നീ മുടി വെട്ടിയാൽ നാളെ മരിച്ചു പോയാൽ ഇത് കണ്ട മൗനിയായ വല്യമ്മ പോലും റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസർ കിട്ടാതെ കഷ്ടപ്പെടില്ലടാ കുഞ്ഞേ എന്നൊന്ന് വാരിപ്പുണർന്ന വല്യമ്മ ഒന്ന് കണ്ണിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ അടുത്ത് മുടി വെട്ടാൻ പോകുമ്പോഴെങ്കിലും ഈ കുട്ടികളുടെ മനസ്സിൽ തോന്നു, അന്ന് ഞാൻ ഇങ്ങനെ വെട്ടിയപ്പോ എൻ്റെ ഉമ്മ കരഞ്ഞല്ലോ, എൻ്റെ വല്യമ്മ നിലവിളിച്ചല്ലോ.
എന്നൊരു ബോധമെങ്കിലും നമ്മളെ മക്കളെ മനസ്സിലുണ്ടായി. ഇനിയെങ്കിലും ആ കുഞ്ഞ് നന്നായാൽ അവിടെയാണ് അള്ളാന്റെ ഹബീബിന്റെ സ്നേഹമുണ്ടാവുക, അവിടെയാണ് റസൂലുള്ളാന്റെ ഇഷ്ടമുണ്ടാവുക. ഉമ്മമാരെ, രക്ഷിതാക്കള്, യുവതികളും യുവാക്കളും നമ്മൾ അപകടത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഇനിയുള്ള തലമുറ ദുരന്തത്തിൽ പെടാതിരിക്കാൻ കുഞ്ഞുനാളിലെ റസൂലുള്ളാന്റെ ചര്യ അനുധാവനം ചെയ്യാൻ, ഹബീബിന്റെ മദ്ഹ് പറയാനും പറയിപ്പിക്കാനും അത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനും നമ്മളെ തലമുറക്ക് മനസ്സുണ്ടാകണം കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എന്റെ ഉമ്മമാരോട്, രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ റബീഉ 1500 മുത്തുമാണിക്കക്കല്ലിന്റെ ജന്മദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലോകം മുഴുവനും ഇസ്ലാമിനെ അംഗീകരിക്കുമ്പോ ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ ഹബീബിനെ കുറ്റം പറയുന്ന ഒരു കാലം നമ്മളെ വീടുകളിൽ ഉണ്ടാകരുത്, നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകരുത്. പ്രശ്ന സങ്കീർണമായ കലുഷിതമായ സാഹചര്യങ്ങളിൽ നന്മയുള്ള ഒരു സമൂഹം വളർന്നു വരണം. അതിന് ചെറുപ്രായത്തിലെ കുഞ്ഞുനാളിലെ ആ നല്ല വെളിച്ചം നമ്മളെ തലമുറയിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. കാരണം ഇന്ന് കാണുന്നിടത്ത് വേണ്ടാത്തരങ്ങൾ, പോക്കുന്നിടത്ത് വേണ്ടാത്തരങ്ങൾ, ആ കൂട്ടത്തിൽ വെളിച്ചങ്ങളായി നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കിടയിൽ ജീവിച്ചു പോയ ഒരു മഹാമനുഷ്യനുണ്ടായിരുന്നു, മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലേ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് എവിടെയെന്ന് ചോദിച്ചാൽ അതാ ആ നടക്കുന്ന മനുഷ്യനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഈ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ ഒരു മഹാനദിയായിരുന്നു ആ വലിയ മനുഷ്യൻ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, എന്തെങ്കിലും പപ്സ് പോലെയുള്ള ഭക്ഷണം കിട്ടിയാൽ അത് തിന്നുമ്പോ തന്റെ മുണ്ടെടുത്ത് മുന്നിൽ വിരിക്കും, വിരിച്ചിട്ട് ആ പപ്സ് ഇങ്ങനെ തിന്നും. അതിൽ നിന്ന് എന്തെങ്കിലും താഴെ വീണാൽ അവസാനം ആ മുണ്ടിൽ നിന്ന് അത് മുഴുവനും എടുത്ത് തിന്നിട്ട് ആ മനുഷ്യൻ പോകൂ, ഒരു കംശം പോലും പുറത്ത് കളയരുതേ എന്ന മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് അത് മനസ്സിലുണ്ടായാൽ, നമ്മൾ നല്ലവരായാൽ നമ്മളെ സമൂഹം നന്നാകും. ഏത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിൽ എന്റെ കരളായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എനിക്ക് രക്ഷപ്പെടണമല്ലോ എന്ന ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാവുകയും അത് നമ്മളെ തലമുറയിലേക്ക് നൽകാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ അഹബ്ബ സുന്നത്തി, ആരെങ്കിലും എന്റെ സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിച്ചാൽ, അതിനെ ഇഷ്ടപ്പെട്ടാൽ, അതിനെ സ്നേഹിച്ചാൽ, ഫഖദ് അഹബ്ബനി, അവർ എന്നെ ഇഷ്ടപ്പെട്ടവരാൻ. എന്നാൽ വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ, കാന മഈ ഫിൽ ജന്ന, നാളെ അവരോട് കൂടെ നിങ്ങൾ സ്വർഗ്ഗത്തിലുണ്ടാകുമെന്ന് ലോകത്തിന്റെ കരളെ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയ നമ്മളെ തെറ്റുകളൊക്കെ തിരുത്തി അല്ലാഹുവിന്റെ റസൂലിനെ പാടാനും പറയാനും പുകഴ്ത്താനും മൗലിദ് ഓതാനും അതിനെ സഹായിക്കാനും അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചര്യ ജീവിതത്തിൽ പകർത്താനും അത് നമ്മൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സന്നിവേശിപ്പിക്കാനും രക്ഷിതാക്കളെ, ഉമ്മമാരെ നമുക്ക് കഴിയണം എന്ന് മാത്രം ദുആ ചെയ്ത്, കാലാവസ്ഥ പ്രതികൂലമായി വരുന്നു, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.